ഹലോ നമസ്കാരം, മിനി റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിനോട് ഇപ്പോൾ യൂണിവേഴ്സ് നൽകാനുള്ള ഗൈഡൻസ് എന്താണ്? Okay, clarify the Sun of Swords. Okay. ഓക്കെ, ഒരു അവസാനം an ending is about to happen. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വഞ്ചന, വിശ്വാസവഞ്ചന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് നിങ്ങൾ ചതിക്കുക, അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഇനിയും ആ ഒരു എനർജിയിൽ കുടുങ്ങിക്കിടക്കാതിരിക്കുക. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് കടക്കണം. അത് നിങ്ങൾ ശരിയാണ്, ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചതാണ്, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കണം. ഇപ്പൊ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് ആണ് നിങ്ങളിപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന പാസ്റ്റ് ആ ഒരു ബിട്രയൽ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ അത് നിങ്ങളെ ഇപ്പോൾ എഫക്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ ദേഷ്യം വരിക, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത സങ്കടം വരിക, ഒരു നിരാശ വരിക, അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ആ പാസ്റ്റിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. എപ്പോഴാണോ അത് ഒരു ന്യൂട്രൽ എഫക്റ്റിലേക്ക് മാറുക, അതായത് ശരിയാണ് സങ്കടം വന്നാൽ അത് പെട്ടെന്ന് തന്നെ അതിന് ഡിറ്റാച്ച്ഡ് ആകുന്ന ഒരു എനർജി, ഓക്കെ അത് കഴിഞ്ഞു പോയല്ലോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്ന ആ ഒരു എനർജിയിലേക്ക്, അങ്ങനെ സംഭവിച്ചല്ലോ ചിന്തിക്കുന്നതിന് പകരം ഓക്കെ അത് സംഭവിച്ചു, അത് കഴിഞ്ഞു പോയി, ഇപ്പൊ അതിന്റെ റിയാലിറ്റി അല്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഡിഫറൻസ് വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ലൈഫിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് ഈ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ, നിങ്ങൾ ആ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുള്ളൂ. അപ്പം അത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ കൂടുതൽ ആ ഒരു നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങളെ കൂടുതൽ റിലാക്സ് ആക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങളോട് ശ്രദ്ധ കൊടുക്കാൻ പറയുന്നു. ഓക്കെ, അല്ലാതെ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു തോട്ട്സിനെ അല്ലെങ്കിൽ അതിന്റെ വാശിപ്പുറത്ത് അതിനെ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ച് അതിന്റെ ബേസിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനോ ഒക്കെ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ ഒരു ജേർണി എന്ന് പറയുന്നത് കുറേം കൂടെ ചാലഞ്ചിങ് ആയിരിക്കും. കുറേം കൂടെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഷിഫ്റ്റ് കൊണ്ടുവരാം, പെട്ടെന്ന് തന്നെ ഈ മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനൊരു ടിപ്പ് ആണ് എന്ത്, നിങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക, നിങ്ങളെ റിലാക്സ് ചെയ്യിക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക, അത് ചെയ്യുക, അത് പ്രവർത്തിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങളിലേക്ക് ശ്രദ്ധ മുഴുവനായി കൊടുത്തുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കണം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അത് ചെയ്യുക, ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് ചെയ്യുക. പക്ഷെ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കഴിഞ്ഞു പോയതിലേക്കുള്ള തിരിഞ്ഞുനോട്ടം വേണ്ട. അങ്ങനെ പോകുമ്പോഴാണ് ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആകുന്നതും നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഷിഫ്റ്റ് ആകുന്നതും. ആ ഷിഫ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ കഥ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് ഇപ്പോൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത് എത്ര എന്താ പറയാ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്താണെന്ന് തോന്നിയാലും നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കാൻ, നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും.
ഓക്കെ, അതെന്ത് തന്നെയാണെങ്കിലും, അത് പുതിയ സ്കില്ല് പഠിക്കുന്ന കാര്യമാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുന്ന കാര്യമാണെങ്കിലും, നിങ്ങൾ ആ ക്ഷമയോടെ ആ ഒരു പരിശ്രമം ചെയ്യാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഫുള്ളി ആ എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ, ആ എഫേർട്ട് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ നേടിയെടുത്തിരിക്കും. ഒരു ശക്തിക്ക് അതിന് തടയാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷെ അവിടെ വേണ്ടത് എന്താണ്? പേഷ്യൻസ്. പേഷ്യൻസ് വേണം, ക്ഷമ വേണം, അതുപോലെ തന്നെ പരിശ്രമിക്കാനുള്ള മനസ്സും വേണം, കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള മനസ്സും വേണം. അപ്പൊ അവിടെ വിജയം ഉറപ്പ് തന്നെയാണ്. ഓക്കെ, എത്ര സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ആ സ്ട്രഗിൾസ് ഒക്കെ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ അതൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റും. അതങ്ങനെയാണ്. അപ്പം നിങ്ങളോട് പറയുന്നത് എങ്ങനെയാ വെച്ചാല്, ആ ഒരു യാത്രയെ കൂടുതൽ സുന്ദരമാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, ആ പരിശ്രമിക്കുന്ന വേളകളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് പോലും അക്നോളജ് ചെയ്യാം, അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, അത് ചെറിയ മൊമെന്റ്സിന് പോലും പാർട്ടി കണ്ടക്ട് ചെയ്യാനല്ല പറയണേ, പക്ഷെ അതിനെ സെലിബ്രേറ്റ് ചെയ്യാം, അതിനെ അക്നോളജ് ചെയ്യാം. അങ്ങനെ ആ ഒരു ജേർണിനെ കുറേയും കൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാക്കുക. അപ്പൊ എത്ര ചാലഞ്ചിങ് ആണെങ്കിലും നിങ്ങൾക്ക് അതിലൂടെ മുന്നോട്ട് പോകാനായിട്ടൊരു എന്താ പറയാ, ഒരു ശക്തി ലഭിക്കും നിങ്ങൾക്ക്. ഓക്കെ, എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് തോന്നിയാലും അല്ലെങ്കിൽ ചാലഞ്ചിങ് ആണെന്ന് തോന്നിയാലും അത് കുറേ കൂടെ അനായാസമായിട്ട് അതിലൂടെ കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓൾറെഡി ഇത് സ്ട്രഗ്ലിംഗ് ആണ്, ഇത് ടഫ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ജേർണി കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ദുഷ്കരമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അത് വേണ്ടാന്നാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ നിങ്ങളോട് പറയുന്നു, ഇമോഷണലി അവൈലബിൾ ആകുന്നത് നല്ലതാണ്, യെസ്, ഓക്കെ, പക്ഷെ നിങ്ങളുടെ ലോജിക്കൽ സൈഡും അവിടെ ഈക്വലി എവേക്കൻഡ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ മാക്സിമം നിങ്ങളോട് എന്താ പറയാ, ഏറ്റവും കൂടുതൽ ഒരു മമത കാണിക്കേണ്ട ഒരു ടൈമാണ്, ഏറ്റവും കൂടുതൽ നിങ്ങളോട് തന്നെ സ്നേഹം കാണിക്കേണ്ട ഒരു ടൈമാണ് ഈ ഒരു ജേർണി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോഴും അവിടെ നിങ്ങൾ ഒരു സ്വയം ഒരു വലിയ ഒരു ക്രിട്ടിക് ആവരുത്. നിങ്ങളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹാർഷായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ഒരു നിങ്ങളുടെ പരിശ്രമം കൊണ്ടുണ്ടാകുന്ന ചെറിയ ഇമ്പ്രൂവ്മെന്റിന് പോലും, ചെറിയ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസിന് പോലും നിങ്ങളെ തന്നെ അക്നോളജ് ചെയ്യണം, നിങ്ങൾ അതിൽ പ്രൗഡ് ആകണം. അങ്ങനെ ആ ഒരു എന്താ പറയാ, ആ ഒരു സ്നേഹവും കരുതലും സ്വയം നൽകിക്കൊണ്ട് വേണം ഇതിലൂടെ മുന്നോട്ട് പോകാൻ. ഓക്കെ, അതിനോടൊപ്പം നിങ്ങളിങ്ങനെ പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ അതാത് സമയങ്ങളിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സിലൂടെ യൂണിവേഴ്സ് എത്തിക്കും. ആ സഹായങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അപ്പോഴാണ് നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നത്. കാരണം ആ ഓരോ സഹായങ്ങൾ ലഭിക്കും തോറും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടി വരും. ഓക്കെ, അത് നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും. മാത്രമല്ല ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു തരത്തിലും ആ സംഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഇൻസിഡന്റിനെയും നിങ്ങൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കില്ല. നിങ്ങൾ കൂടുതൽ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്തു പോകും. അത് തന്നെയാണ് യൂണിവേഴ്സിന് വേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങളോട് പറയുന്നതാണ്, എന്തൊരു കാര്യം എത്ര നിങ്ങൾക്കിപ്പോ ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന ഒരു സ്വപ്നമാണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാണ്. ക്ഷമ വേണ്ടി വരും, അതിനായിട്ട് നല്ലവണ്ണം പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ പക്ഷെ കൺസിസ്റ്റന്റ് ആയി ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്, ക്ഷമയോടെ പരിശ്രമിക്കാൻ തയ്യാറാണ് എങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കൊരു പോയം ആണ് ഓർമ്മ വരുന്നത്, അത് പക്ഷെ ആരും എഴുതാനൊന്നും ഓർമ്മയില്ല. ഓക്കെ, ഓർമ്മയില്ല മീൻസ് കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാനിവിടെ പറയുന്നില്ല. അതിന്റെ ഒരു ജസ്റ്റ് ആണ് ഞാനിവിടെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി പരിശ്രമിക്കാനുള്ള കരുത്തും അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള എന്താ പറയണ്ടത് റിസോഴ്സസ് എല്ലാം നമുക്ക് യൂണിവേഴ്സ് നൽകിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് യൂണിവേഴ്സ് വിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്തൊരു കാര്യത്തിനെയും നമ്മൾ പരിശ്രമിക്കാൻ, ക്ഷമയോടെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിൽ ആ ഒരു ജേർണി, ആ ഒരു എന്താ പറയണ്ടേ മാനിഫെസ്റ്റേഷൻ ജേർണി എന്ന് പറയുന്നത് കുറേയും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ. ഉണ്ടാകുന്ന ചെറിയ ചെറിയ പോസിറ്റീവ് മൊമെന്റ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസ്, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിനെ പോലും അക്നോളജ് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുക, അങ്ങനെ മുന്നോട്ട് പോവുക. ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ നിങ്ങളുടെ നമ്പർ 1 സപ്പോർട്ട് നിങ്ങൾ തന്നെയായിരിക്കണം. ഓക്കെ, നമ്പർ 1 ചിയർ ലീഡർ നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങളാണ് ആ ഒരു സ്നേഹവും കരുതലൊക്കെ സ്വയം നൽകേണ്ടത്. അതുപോലെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സഹായങ്ങൾ, നിങ്ങൾ ആവശ്യപ്പെടാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സഹായങ്ങളായിക്കോട്ടെ, അഡ്വൈസ്, സജഷൻസ്, ഇതിനൊക്കെ സ്വീകരിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുക മാത്രമല്ല, ഈ ഒരു ജേർണി നിങ്ങൾക്ക് കുറേ കൂടെ എളുപ്പമായിട്ട് അനുഭവപ്പെടും. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ,
ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.